പാലക്കാട് കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. 11 മണിക്ക് ശേഷം കളക്ടറേറ്റിൽ പ്രവർത്തനം നിശ്ചലമായി. കളക്ടറേറ്റിൽ ബോംബ് സ്ഥാപിച്ചതായാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. എക്സ്പ്ലോസീവ് ഡിവൈസുകൾ കളക്ടറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ടെന്നും 2 മണിക്ക് പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു സന്ദേശം. മെത്താഫെറ്റാമിൻ കേസിൽ ഉൾപ്പെട്ട 2 പേർക്കെതിരെയുള്ള കുറ്റങ്ങൾ പിൻവലിക്കണമെന്നും ഭീഷണി സന്ദേശത്തിലുണ്ട്. തമിഴ്നാട് റിട്രീവൽ ട്രൂപ്പിന്റെ പേരിലാണ് പാലക്കാട് കളക്ടർക്ക് സന്ദേശം ലഭിച്ചത്. രാവിലെ 7:15 മെയിൽ വഴി ലഭിച്ച സന്ദേശം 11 മണിയോടെയാണ് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡ്, പോലീസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഉച്ചയ്ക്ക് 2:30 മണിവരെ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ മുൾമുനയിലായിരുന്നു. ആദ്യം കളക്ടറുടെ ചേംബറിലായിരുന്നു പരിശോധന. ഈ സമയം അത്രയും കളക്ടർ പുറത്തിരുന്നു. ഇവിടത്തെ തിരച്ചിലിന് ശേഷം ഓരോ സെക്ഷനിലും പ്രത്യേകം തിരച്ചിൽ നടത്തി. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മടങ്ങിയത്. കഴിഞ്ഞ ദിവസം പാലക്കാട് RDO ഓഫീസിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. സ്ഥിതിഗതികളെക്കുറിച്ച് കളക്ടർ G. പ്രിയങ്ക വിശദീകരിച്ചു. സന്ദേശമെത്തിയ മെയിൽ ID കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി കളക്ടർ അറിയിച്ചു. രാവിലെ 7:25 മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മുടെ ശ്രദ്ധയിൽ വന്നത് 11 മണി. പോലീസ് ഇൻഫോം ചെയ്ത് ഇപ്പോൾ പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. ബോംബ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. എല്ലാ ജീവനക്കാരും പിന്നെ പൊതുജനങ്ങളും ബിൽഡിങ്സിൻ്റെ പുറത്താണ്. 2 o'clock ടൈം പറഞ്ഞിട്ടുള്ളത്. എവിടെ മെസ്സേജ് വന്നതല്ല എവിടെ മെസ്സേജ് വന്നതെന്ന് ഒരു ഇമെയിൽ ID ഉണ്ട്. ആരും അറിഞ്ഞിട്ടില്ലല്ലേ? താങ്ക് യു. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നത് സർക്കാർ ശ്രദ്ധയോടെ കാണേണ്ടതാണെന്ന് VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. വളരെ സീരിയസ് ആയിട്ട് പോലീസ് വന്ന് എല്ലാ പരിശോധനയും നടത്തിയതാണ്. ഇതിപ്പോൾ ഒരു സ്ഥിരമായി കഴിഞ്ഞ ദിവസം RDO ഓഫീസിൽ ഇതുപോലെ പറഞ്ഞു. കലക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, RDO ഓഫീസുകളിൽ കലക്ടറേറ്റുകളിലൊക്കെ ഇതുപോലെ അനോണിമസ് മെസ്സേജുകൾ വരികയാണ്. പക്ഷെ അത് ഏതാണെന്നുള്ളത് സർക്കാർ വളരെ വിജിലൻ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട സാഹചര്യമാണ്. കാരണം എന്താണ് സംഭവിക്കുക, ശരിക്കുള്ളതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും വളരെ വിശദമായ പരിശോധന ആവശ്യമാണ്. ഡോക്ടർ WR റെഡ്ഡി പാലക്കാട് കളക്ടറായിരിക്കെ അയ്യങ്കാളി പടയുടെ നേതൃത്വത്തിൽ കളക്ടറെ ബന്ദിയാക്കിയിരുന്നു. 1/4 നൂറ്റാണ്ടിനു മുൻപ് വിളയോടി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ ബന്ദി നാടകം. അന്ന് സംസ്ഥാനം തന്നെ നിശ്ചലമായിരുന്നു. ആദിവാസി ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു നൂലുണ്ട കാണിച്ച കളക്ടറെ ചേംബറിൽ ബന്ദിയാക്കിയത്. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചതോടെ അന്നത്തെ ബന്ദി നാടകം അവസാനിക്കുകയായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.